ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യു ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അസ്സലാമു അലൈക്കും. സന്തോഷമുള്ള ഒരവസരമാണ്. നമ്മുടെ പല തിരക്കുകൾക്കിടയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന, അവനിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാനും കേൾക്കാനും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുക, അവസരങ്ങൾ ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നോമ്പും പെരുന്നാളും ശവ്വാൽ നോമ്പും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അവസരത്തിലാണ് വീണ്ടും നീണ്ട അവധി കഴിഞ്ഞ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. മിക്കവാറും എല്ലാ സെൻറ്ററുകളിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ്. പതിവായ ക്ലാസ്സുകളൊക്കെ തുടക്കം കുറിക്കുന്നേ ഉള്ളൂ. ഈ അവസരത്തിൽ എപ്പോഴും, പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, അത് വീണ്ടും ആവർത്തിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ നോമ്പും നമസ്കാരവും പ്രാർത്ഥനകളും കർമ്മങ്ങളുമൊക്കെ എന്തെല്ലാം കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഖൈറുകളൊന്നും നഷ്ടപ്പെടാതെ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. ശവ്വാലിലെ സുന്നത്ത് നോമ്പുണ്ട്, നമ്മൾക്കൊക്കെ അറിയാം. എല്ലാവരും അത് നിർവഹിച്ചിട്ടുണ്ടാവാം. എന്തെങ്കിലും കാരണത്താൽ വൈകിപ്പോയിട്ടുണ്ടെങ്കിൽ ഒമൻ തബിഅ സിത്തൻ മിൻ ശവ്വാൽ എന്നുള്ള ഹദീസിൻ്റെ ആ വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, പെരുന്നാളിന് ശേഷം ശവ്വാൽ 1 ശേഷം 2 മുതൽ തുടർച്ചയായി വേഗം അത് 6 പൂർത്തിയാക്കുന്നത് തന്നെയാണ് ഉത്തമം. പക്ഷേ ശവ്വാൽ മാസത്തിൽ നിന്നുള്ള 6 എന്ന വാക്കർത്ഥത്തിൽ ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പ് അത് നോറ്റുവീട്ടിയാലും മതി എന്ന പ്രബലമായ അഭിപ്രായം തന്നെ ആ വിഷയത്തിലുണ്ട്. അങ്ങനെ വല്ലതും വിട്ടുപോവുകയോ നീണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും അവസരമുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അഷ്റഫ് സാഹിബ് ചരിത്ര ഭാഗങ്ങൾ എന്തെങ്കിലും പറയാ എന്ന രീതിയിലാണ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഒരുക്കത്തിലല്ല, ഒരു തിരക്കിനിടയിൽ ഇങ്ങനെ പോകുന്നതാണ്. ശവ്വാൽ മാസം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ചില സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ്. എന്ന് പറഞ്ഞാൽ, വളരെ പ്രസിദ്ധമായ ഉഹദ് യുദ്ധം ഉണ്ടായിട്ടുള്ളത് ശവ്വാൽ മാസത്തിലാണ്. ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസം പകുതിയോളം എത്തിയപ്പോഴാണ് ഉഹദ് യുദ്ധം ഉണ്ടാകുന്നത്. അതിൻ്റെ ചരിത്രത്തിൽ വലിയ മുറിവേൽപ്പിച്ചിട്ടുള്ള, വേദനിപ്പിക്കുന്ന അനുഭവമുള്ള, വിശുദ്ധ ഖുർആൻ ഗൗരവമായി ശാസിക്കുകയും ഉണർത്തുകയും ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവേൽക്കുകയും മുഖത്ത് രക്തമൊലിക്കുകയും പല്ല് പൊട്ടുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായത്. അതുപോലെ മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായ സംഭവം, ഇതൊക്കെ ശവ്വാൽ മാസത്തിലുണ്ടായ സംഗതികളാണ്. വേറെയും ഖന്തക്കും അതുപോലെ
പല സംഭവങ്ങളും ശവ്വാലിൽ ചരിത്രത്തിൽ കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈഫ യഫ്ലഹ ഖൗമുൻ ഖലബു വജ്ഹ നബിയിഹിം ബിദ്ദം, മുഖത്ത് നിന്ന് രക്തം തുടച്ചു നീക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെയാണ് ഒരു ജനത രക്ഷപ്പെടുക, വിജയിക്കുക? അവരെ കൂട്ടത്തിലുള്ള പ്രവാചകരെ, അവരുടെ മുഖത്ത്, പ്രവാചകൻ്റെ മുഖത്ത് രക്തം ഒഴുക്കുന്ന ഒരു ജനത എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സംഭവമായിട്ടാണ് ആ വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ശവ്വാലിൽ നടന്ന ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം അച്ചടക്കത്തിൻ്റെ, അനുസരണത്തിൻ്റെ പാഠമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അമ്പെയ്ത്തുകാരെ ഉഹുദ് മലയുടെ മുകളിൽ നിർത്തുകയും ഞാൻ പറയുമ്പോൾ, വിളിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പോരാൻ പാടുള്ളൂ എന്ന് അവരോട് ഉണർത്തുകയും ചെയ്തു. പക്ഷേ മേലെ നിന്ന് നോക്കിയപ്പോൾ യുദ്ധം ജയിച്ചു. പലരും ഗനീമത്ത് മുതലുകൾ, ശത്രുക്കൾ വിട്ടേച്ചു പോയ ആയുധങ്ങളും പലതും വാരിക്കൂട്ടുന്ന വിജയം ആഘോഷിക്കുന്ന അവസരത്തിലാണ്. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് അവരിറങ്ങിപ്പോവുകയാണ്. കൂട്ടത്തിൽ ചിലർ അവരെ വിലക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയല്ല, വിളിക്കുമ്പം മാത്രമേ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതിന് സ്വന്തമായ ഒരു വ്യാഖ്യാനം തോന്നുകയും അത് പറയുകയും അങ്ങനെ ഇറങ്ങിപ്പോവുകയും ചെയ്ത സംഭവമാണ്. അപ്പോഴാണല്ലോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അന്ന് ശത്രുപക്ഷത്തായിരുന്ന അദ്ദേഹം, സൂത്രത്തിൽ യുദ്ധതന്ത്രത്തിൻ്റെ എല്ലാ കുതന്ത്രങ്ങളും അറിയുന്ന അദ്ദേഹം ആ ഒഴിവ് നോക്കി സൈന്യത്തെ നയിച്ചു വരികയും അങ്ങനെ യുദ്ധത്തിൽ വലിയ മുറിവുകൾ, ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ പറ്റാത്ത, മറക്കാൻ സാധിക്കാത്ത മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഖുർആൻ അത് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അനുസരണത്തിൻ്റെ പാഠമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എവിടെയും ഒരു കുടുംബത്തിൽ, ഒരു സ്ഥാപനത്തിൽ, ഒരു സംഘത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു രാഷ്ട്രത്തിൽ എവിടെയും ഒരു നേതൃത്വമുണ്ടാവുക, അവരുടെ വാക്കുകൾ അനുസരിക്കുക, പാലിക്കുക, അത് പുലർത്തുന്ന അതിൻ്റെ യോദ്ധാക്കളായി, വക്താക്കളായി നിലകൊള്ളുക എന്നത് എപ്പോഴും ഒരു വിജയകരമായ പര്യവസാനത്തിൻ്റെ അടിസ്ഥാന ഹേതുവാണ് എന്നാണ് അതിൽ നിന്ന് പാഠം മനസ്സിലാക്കി തരുന്നത്. ശവ്വാൽ മാസത്തിൽ അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള വേറെ സംഭവങ്ങളുണ്ട്. ഒന്ന് ഖന്തഖ് യുദ്ധം. ഇതുപോലെ തന്നെ ശവ്വാൽ ഹിജ്റ 5-ാം വർഷത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അത് അഹ്സാബ് യുദ്ധം എന്ന് പറയുന്ന മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ശത്രുക്കൾ കടന്നാക്രമിക്കുന്നതിനെ തടയാൻ കിടങ്ങ് കുഴിച്ച സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ഥലത്ത് സഹാബികളെല്ലാം കൊണ്ടുപോയി നിർത്തി യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളുമൊക്കെ ഉറപ്പിക്കുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ അറിയിപ്പ് പ്രകാരമാണോ നമ്മളിവിടെ നിലയുറപ്പിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഞാൻ കണ്ട ഒരു തീരുമാനമാണ്. അപ്പോൾ എങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് വേറൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണ് ആദ്യമായി ചരിത്രത്തിൽ കിടങ്ങ് കുഴിച്ച് ശത്രുക്കളെ തടഞ്ഞു നിർത്തിയ, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തപ്പോൾ മറ്റെന്തിനേക്കാളും വലിയൊരു ആയുധമായി അത് പ്രയോജനപ്പെട്ട സംഭവമുണ്ടായത്. അതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ വേറെയും അടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ ഫൻസുറുൽ മുഹാജിറ വൽ അൻസാറ വൽ മുഹാജിറ എന്ന പാട്ട് പാടിക്കൊണ്ട് മറ്റെല്ലാം മറന്ന ആവേശത്തിൽ അവർ കിടങ്ങ് കുഴിക്കുകയാണ്. അപ്പോൾ വെട്ടിയിട്ട് പൊട്ടാത്ത ഒരു പാറ കണ്ടപ്പോൾ നബീൻ്റെ അടുത്ത് വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിഷമം പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ഒന്നുമില്ലല്ലോ നബിയെ, വിശപ്പും ദാവും സഹിക്കാൻ വയ്യ എന്നുള്ള പ്രയാസം പ്രകടിപ്പിച്ചപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുപ്പായം കയറ്റിയിട്ട് തൻ്റെ വയറ്റത്ത് 2 കല്ല് കെട്ടിവെച്ചിട്ട് വിശപ്പിനെ മറികടക്കാൻ വേണ്ടി അങ്ങനെ ഒരു
രൂപം സ്വീകരിച്ചത് ഒക്കെ ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതല്ല വിഷയം. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് ശവ്വാലിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ കടന്നുപോയ പല സംഭവങ്ങളും കാണാൻ സാധിക്കും. ശവ്വാൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ ബീവിയുമായിട്ടുള്ള വിവാഹം നടന്നിട്ടുള്ളത്, ഹിജ്റ 1-ാം വർഷത്തിൽ. അതുപോലെ തന്നെ വലിയ, നമുക്കറിയാം, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എല്ലാവരും വലിയ സംഭവങ്ങൾ, പാഠങ്ങൾ, മാതൃകകൾ നൽകിയിട്ടുള്ളവരാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം നടന്നിട്ടുള്ളത് ഹിജ്റ 4-ാം വർഷത്തിൽ ആണ്. അതുപോലെ ഹുനൈൻ യുദ്ധവും തായിഫ് യുദ്ധവും ഒക്കെ സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാതെ ഒരു സംഘത്തെ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ച സരിയത്ത് എന്ന് പറയും. ശവ്വാൽ മാസത്തിൽ അങ്ങനെയും ഒരു സംഭവം കാണാൻ സാധിക്കും. ഹിജ്റ 8-ാം വർഷത്തിൽ ബത്തൻ റാബിയ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള ശത്രുക്കളെ നേരിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച സൈന്യം മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സംഘത്തിൻ്റെ, സൈന്യത്തിൻ്റെ തലവൻ. അറാമിയുൽ അവ്വൽ ഫിൽ ഇസ്ലാമിൽ ആദ്യമായി അമ്പെയ്ത്ത് നടത്തിയിട്ടുള്ള സഅദ് റളിയല്ലാഹു അൻഹു, ഇർമി യാ സഅദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് 2 വരം കൊടുത്തതുപോലെ, നമ്മൾ മലയാളത്തിലുള്ളൊരു പ്രയോഗം എന്നൊക്കെ പറയാണ്, അദ്ദേഹത്തിൻ്റെ ഉന്നം പിഴക്കാറുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കാതിരുന്നിട്ടില്ല. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച അതിൻ്റെ പൊരുളുകൾ ജീവിതത്തിൽ പുലർന്നു വന്ന സംഭവമാണ്. അതൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നയിച്ച, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാതെ ഒരു യുദ്ധം നയിച്ചിട്ടുള്ള സംഭവം അത് ഇതുപോലെയുള്ള ഒരു ശവ്വാൽ മാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഫലിക്കുമായിരുന്നു. പ്രായം ഏറെ ചെന്ന് സഹാബികൾ പലരും മരണപ്പെട്ടു പോയി, അപൂർവം ആളുകൾ മാത്രം ബാക്കിയുള്ള അവസരത്തിലും അദ്ദേഹം ജീവിക്കുന്നുണ്ടായിരുന്നു. ഹറമിൽ വന്ന് ഉംറയെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പലരും വന്ന് സഅദ് റളിയല്ലാഹു അൻഹുവാണ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞ പലരും വന്നിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പലർക്കും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. കൂട്ടത്തിൽ കൗതുകം തോന്നിയ ഒരു സഹോദരൻ ചോദിച്ചു, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, താങ്കളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് കുറേ ആയല്ലോ, കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൂടെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം അള്ളാഹുവിൻ്റെ പരീക്ഷണം സഹിച്ചിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം നേടുന്നതാണ് എന്ന് അദ്ദേഹം പ്രതികരിക്കണ്ടായി. അങ്ങനെ കഴിഞ്ഞുപോയ മഹാന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ ശവ്വാൽ മാസത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നീട്ടിക്കൊണ്ടുപോവുകയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഈ അവസരത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ, ഇന്ത്യക്കാരുടെയൊക്കെ പ്രത്യേകിച്ച് നാവിലും മീഡിയകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില വിശേഷങ്ങളുണ്ട്. 2 മരണങ്ങളാണ്, 2 വ്യക്തിത്വങ്ങളുടെ മരണം പലപ്പോഴും വലിയ സംഭവങ്ങളും വലിയ നട്ടലുകളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്, ഉണർത്താറുണ്ട്. ഒന്ന് തീർത്തും ആകസ്മികമായി സംഭവിച്ചിട്ടുള്ള ഒരു മരണമാണ്. മറ്റൊന്ന് വളരെ നിശ്ചിതമായും നേരത്തെ സുനിശ്ചിതമായും അറിയിക്കപ്പെട്ടിട്ടുള്ള ഒരു മരണമാണ്. ഒമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ ഒമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. എന്താണ് അടുത്ത നിമിഷം, നാളെ, അടുത്ത ദിവസം എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരാൾക്കും അറിഞ്ഞുകൂടാ. എവിടെ വെച്ച്, എങ്ങനെയാണ്, എപ്പോഴാണ് മരണം എന്നതും ഒരാൾക്കും അറിഞ്ഞുകൂടാ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. പക്ഷേ അങ്ങനെയുള്ള മരണം ഖുർആനിൽ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന തഖ്വയുടെ ഒരു വസിയ്യത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വലാ തമൂതു ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്നുള്ള ഉണർത്തൽ വസിയ്യത്താണ്. പക്ഷേ അതിനും ധാരാളം സമയമുണ്ടല്ലോ മരിക്കാൻ, അപ്പോഴല്ലേ എന്നുള്ള തോന്നലാണ് നമ്മൾക്കൊക്കെ ഉണ്ടാവുക. പക്ഷേ മരണം മുന്നിൽ കാണുന്ന
എപ്പോഴാണ് എന്ന് വിവരം കിട്ടുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തുമാത്രം പ്രത്യേകതയുള്ള, എന്തുമാത്രം നിർണായകമായ നിമിഷങ്ങളാണ്. ഇന്ന ദിവസം ഇന്ന സമയം നിൻ്റെ മരണമാണ് എന്ന് അറിയിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ളൊരു മരണം. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ ശത്രുക്കളുടെ മുന്നിൽ വളരെ ദയനീയമായി കൊല ചെയ്യപ്പെട്ട അനുഭവങ്ങൾക്ക് ഒരുപാടുണ്ട്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭാഷയിൽ നൈപുണ്യമുള്ള അദ്ദേഹം കവിതയിലൂടെ പറഞ്ഞു, വലസ്തു ഉബാലി ഈന ഹുഖ്തൽ മുസ്ലിമൻ അലാ അയ്യ ജംബിൻ കാന ലില്ലാഹി മസ്റഈ. ഞാനൊരു മുസ്ലിമായിട്ടാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ എനിക്കത് വലാ ഉബാലി, എനിക്കത് പ്രശ്നമേ അല്ല. അലാ അയ്യ ജംബിൻ കാന ലില്ലാഹി മസ്റഈ, ഏത് ഭാഗത്തേക്ക് മരിച്ചു വീണാലും അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഞാൻ മരിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് പ്രശ്നമേ അല്ല എന്ന് മരണം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചൊല്ലുകയുണ്ടായി. ഇതുപോലെ എന്തൊക്കെ പിഴച്ച ആളാണെങ്കിലും, എത്രയൊക്കെ മോശമായ ചരിത്രമുള്ള ആളാണ് എങ്കിലും മരണം മുന്നിൽ കാണുമ്പോൾ ആ ഒരവസരത്തിൽ, ആ നിർണായകമായ ദിവസങ്ങൾ, മണിക്കൂറുകൾ, നിമിഷങ്ങൾ എത്രമാത്രം മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടാകും, എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അറിയുന്ന എന്തെല്ലാം ദിക്റുകളും പ്രാർത്ഥനകളും ചൊല്ലിയിട്ടുണ്ടാവും, തൗബ ചെയ്തിട്ടുണ്ടാവും, പശ്ചാത്തപിച്ചിട്ടുണ്ടാവും. ഒരർത്ഥത്തിൽ ഭാഗ്യമല്ലേ അങ്ങനെയുള്ള മരണങ്ങൾ എന്ന് ഈ അനുഭവത്തിലൂടെ ഓർത്തു പോവുകയാണ്. പല രീതിയിലുള്ള പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ, വിലയിരുത്തലുകൾ ഒക്കെ മീഡിയകളിൽ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസിയ്യിദ് ദുനിയാ വഅദാബിൽ ആഖിറ എന്ന് ഇമാം അഹ്മദും തബ്രാനിയും ഇബ്നു ഹിബ്ബാനും ഇമാം ഹക്കീമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്തിനെ നീ നന്നാക്കി തരണമേ, അന്ത്യം നന്നാക്കി തരണമേ. ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലും. വഅജിർനാ മിൻ ഖിസിയ്യിദ് ദുനിയ, ദുനിയാവിൽ അപമാനിക്കപ്പെടുക, അപമാനമുണ്ടാവുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. വഅദാബിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്നും. അപ്പോൾ അന്ത്യം നന്നാവുക, അവസാനം നന്നാവുക എന്നുള്ളത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അതിനുള്ള തൗഫീഖ് ഉണ്ടാവുക എന്നുള്ള അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാതിരുന്നാൽ ഖിസിയ്യിദ് ദുനിയ, നോക്കൂ നിങ്ങൾ ആ ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകർ പ്രാർത്ഥനയായി പഠിപ്പിച്ചപ്പോൾ അപമാനിക്കപ്പെടുന്ന അവസ്ഥ, അപമാനത്തിൽ നിന്ന് കാക്കണമെന്ന്. അതാണ് ഫിനിഷിംഗ് പോയിന്റിൽ ക്വാളിഫൈ ചെയ്യാതിരിക്കുക, അതിന് പെർഫോമൻസ് മോശമായാൽ എന്തൊരു അപമാനം. ആദ്യത്തെ റൗണ്ടിലൊക്കെ എല്ലാം മുന്നിൽ തന്നെ, അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോൾ വളരെ പിന്നിലായിപ്പോയി. ആദ്യത്തെ പരീക്ഷയിലൊക്കെ നല്ല മാർക്കുണ്ട്, ഫൈനൽ എക്സാമിന് എന്തുമാത്രം അപമാനമാണ്. ജീവിതമാകുന്ന പരീക്ഷയിൽ, മത്സരത്തിൽ പടച്ചവനെ നീ അപമാനിക്കരുത്, അവസാനത്തെ ഫിനിഷിംഗ് അത് മോശമാകരുത് എന്നാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന. അപ്പോൾ അതിന് ഇതാണ്, ഈ നിൻ്റെ മരണം നിശ്ചയിച്ചിരിക്കുന്നു, ഉറപ്പിച്ചിരിക്കുന്നു. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ എന്ന ഖുർആനിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന കേൾക്കുന്ന അവധി, നിശ്ചയിക്കപ്പെട്ട അവധി എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നിമിഷം പോലും നീട്ടിവെക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരാൾക്കും അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവസരം നൽകിയിട്ടില്ല, നീട്ടി വെച്ചിട്ടില്ല. അപ്പോൾ ആ ആഖിബത്ത്, അന്ത്യം, ഏത് നേരവും സംഭവിക്കാവുന്ന മരണം, അങ്ങനെയാണെങ്കിൽ ഏത് നേരവും നമ്മുടെ ആഖിബത്താണ്. ആ ആഖിബത്ത് നന്നാവണേ എന്നുള്ള അങ്ങേയറ്റത്തെ പ്രാർത്ഥനയാണ്, അതിനു വേണ്ടിയുള്ള ബോധപൂർവമുള്ള പ്രവർത്തനമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. നോമ്പ് വിട പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നോമ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു സംഗതി പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ലഅല്ലക്കും തത്തഖൂൻ, അത് തന്നെയാണ് ഇനിയും പറയുന്നത്. കേട്ടുമടുത്തു എന്ന് പറയരുത്. തഖ്വ ഉണ്ടാവാൻ വേണ്ടി ആ നോമ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ
തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹു വരച്ച അതിരാണ്, അതിർത്തിയാണ്. നിങ്ങളത് ആ അതിർത്തിയുടെ അടുത്തേക്ക് പോകാതെ സൂക്ഷിക്കണം. ഇങ്ങനെ പറഞ്ഞു തരുന്നത് ജനങ്ങൾ മുത്തഖികളാവാൻ വേണ്ടിയാണ്. അപ്പോൾ സൂക്ഷ്മത ഉണ്ടാവാനുള്ള മാർഗം എന്താണ് എന്നാണ് പറഞ്ഞത്. അതിർത്തിയോട് അടുക്കാതിരിക്കുക. അതിരുകൾ പലപ്പോഴും വളരെ നേരിയതാണ്. നമ്മുടെ ഹലാലിൻ്റെയും ഹറാമിൻ്റെയും നമ്മുടെ പല രീതിയിലുള്ള ബഹളങ്ങൾ കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാടുണ്ടോ ഇല്ലേ, തെറ്റാണോ കുറ്റമാണോ അല്ലേ, സാരണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ വളരെ നേരിയ അതിരുകളാണ് പലപ്പോഴും പല കാര്യങ്ങളിലുമുള്ളത്. അവിടെ അതിർത്തി വരെ പോകാൻ എനിക്ക് അനുവാദമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടുപോകും. ആ മഞ്ഞ വരല്ലേ, അതുവരെ നടക്കാം. ആ ഫുട്പാത്തിൻ്റെ അറ്റം റോഡിലേക്ക് ചാരി നിൽക്കുന്ന ഏത് നേരത്തും അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് വിട്ട് നടക്കുക. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞതിനെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നോമ്പിനും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ ഓർക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതും അതിർത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള. ഇത് നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി മനുഷ്യനെ സ്വർഗത്തിൽ പാർപ്പിച്ചു. ഫലാ തഖറബ ഹാദിഹി ഷജറ, ആ മരത്തിൻ്റെ കായ തിന്നരുത് എന്നല്ല പറഞ്ഞത്, ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുത് നാം. അടുത്തേക്ക് പോകരുത്, അടുത്ത് പോയാൽ പെട്ടുപോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും പ്രായോഗികവും ഏറ്റവും ശ്രദ്ധേയവുമായ നിർദ്ദേശമാണ് പറഞ്ഞത്, അടുക്കാതിരിക്കുക എന്നുള്ളത്. അലാ തഖറബു സിന, വ്യഭിചാരം മഹാപാപമാണ്, ചെയ്യരുത് എന്നല്ല, അതിലേക്ക് അടുക്കാതെ അതിലേക്ക് അടുപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്, സ്പർശനമുണ്ട്, സാന്നിധ്യമുണ്ട്, പലതുമുണ്ട്. അതിനോടൊന്നും അടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പെട്ടുപോകാതിരിക്കാൻ നല്ലത് അതാണ് എന്നർത്ഥം. ഒരുപാട് വചനങ്ങൾ സൂറത്തുൽ അൻആമിൽ വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, ഈ തോന്നിവാസങ്ങളും മ്ലേച്ഛമായ കാര്യങ്ങളും അത് പ്രത്യക്ഷത്തിൽ വളരെ വെളിവായതും എന്നാൽ രഹസ്യമായതും അതിനോടൊന്നും നിങ്ങൾ അടുക്കാതിരിക്കുക, ചെയ്യാതിരിക്കുക എന്നല്ല പറഞ്ഞത്, അടുക്കാതിരിക്കുക. അതുപോലെ വലാ തഖറബു മാലൽ യതീം ഇല്ലാ ബില്ലത്തി അഹ്സൻ, അനാഥയുടെ മുതൽ കൈകാര്യം ചെയ്യുന്നിടത്ത് അടുത്തു പോകരുത് എന്നാണ്. കാരണം മുതൽ എന്നത് വല്ലാത്ത ഒരു ആപത്താണ്, പിശാചാണ്. അത് വല്ലാത്ത ഒരുപാട് കുറ്റങ്ങളിലേക്ക്, ഹറാമിലേക്ക് തന്നെ നയിക്കും. അതുകൊണ്ട് അന്യൻ്റെ അതും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള അമാനത്തായി കൈകാര്യം ചെയ്യുന്ന അനാഥയുടെ മുതൽ പ്രായപൂർത്തിയായി പക്വത വന്നിട്ട് അവരെ ഏൽപ്പിക്കേണ്ടുന്ന അവിടെ അടുത്തു പോകരുത് എന്നാ പറഞ്ഞ ഇല്ലാ ബില്ലത്തി അഹ്സൻ, വളരെ മാന്യമായും ഉത്തമമായിട്ടുമല്ലാതെ. അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ കാണാൻ സാധിക്കും അടുക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പം നോമ്പും കഴിഞ്ഞ് 6 നോമ്പും കഴിഞ്ഞ് ഇനി എല്ലാം ലൂസാകുന്നൊരവസ്ഥയിലല്ല, ആ മുറുക്കി പിടിക്കാൻ അടുക്കരുത് എന്നുള്ള ആ ഗൗരവമായ നിർബന്ധമായ ആ ബോധം നമ്മൾക്ക് ഉണ്ടാവണം. അല്ലാഞ്ഞാൽ വീണ്ടും അപകടത്തിലേക്ക് എത്തിപ്പോകുമെന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നിമിഷം പറഞ്ഞല്ലോ, ലിക്കുലി മലിക്കിൻ ഹൈമ, ഓരോ രാജാവിനുമുണ്ട് അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ, ഭൂമി, സ്വത്ത്. ഓരോ ഉടമസ്ഥനും അതിന് വേലി കെട്ടിയിട്ടുണ്ടാവും. ആടിനെ മേച്ച് നടക്കുന്നവൻ ആ വേലിൻ്റെ അടുത്തേരെ എനിക്ക് പോകാം, ആടിനെയും കൊണ്ടുപോകാം എന്ന് വിചാരിക്കരുത്. വിട്ട് നടക്കലാണ് നല്ലത്. കാരണം എന്താ, അവിടുന്ന് ഒരു ഇല തൂങ്ങിയിട്ടുണ്ടാവും, ആ ഇല കടിക്കണം, പൂ പറിക്കണം, കായ തിന്നണം എന്നൊക്കെ അന്യൻ്റെ വളപ്പിൽ നിന്നും പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്നതുണ്ടാവും. അപ്പം അതിൽ പെട്ടുപോകാതിരിക്കാൻ, ഹറാം സംഭവിച്ചു പോകാതിരിക്കാൻ, നിൻ്റെ ജീവിതത്തിൽ കുറ്റങ്ങൾ വന്നു പോകാതിരിക്കാൻ നിനക്ക് അനുവദിക്കപ്പെട്ട അതിർത്തികൾ തന്നെ പൂർണ്ണമായി ഉപയോഗിക്കാനും ആസ്വദിക്കാനുമുള്ള അവകാശബോധം ഇല്ലാതിരിക്കലാണ് നല്ലത്, വിട്ടു നിൽക്കലാണ് നല്ലത് എന്നാണ് പറഞ്ഞതർത്ഥം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയൊക്കെ ചരിത്രത്തിൽ നമ്മൾക്കത് ധാരാളം കാണാൻ സാധിക്കും. ഒരുപാട് ഖാല റബ്ബി സുജ്നു അഹബ്ബ ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി. നമുക്കറിയാലോ ചരിത്രം. യുവത്വം ത്രസിച്ചു നിൽക്കുന്ന ആ പ്രായത്തിൽ, കൊട്ടാരത്തിൽ വളർന്ന എല്ലാ ആരോഗ്യവും ആവേശവും വികാരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രായത്തിൽ
രാജകീയമായ എല്ലാ സൗകര്യങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ അണിഞ്ഞൊരുങ്ങി വന്നിട്ട് ഹൈത്തലക്ക് എന്ന് വിളിക്കുമ്പോൾ മആദല്ല അള്ളാഹുൽ ശരണം എന്ന് പറയാൻ, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച, അത് മുതലാളിയുടെ അല്ലെ യജമാനിൻ്റെ മുന്നിൽ അത് വെളിവായപ്പോൾ വാതിൽക്കൽ അസീസ് രാജനെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ ഒരു പെണ്ണിൻ്റെ സൂത്രത്തിൽ പ്ലേറ്റ് മാറ്റുകയാണ്. തൻ്റെ യജമാനത്തിയെ, താങ്കളുടെ ഭാര്യയെ അഭീതമായി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച ഈ തോന്നിവാസിക്ക് ജയില് അല്ലാതെ പിന്നെ എന്താണ് ശിക്ഷ കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ജയിലാണ് ഇതിനേക്കാൾ എനിക്ക് ഉത്തമം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ തിന്മയുടെ മേഖലയിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, അകന്ന് നിൽക്കുക, ദൂരം നിലനിർത്തുക എന്നുള്ളതാണ് തഖ്വ. നമ്മൾ വളരെ പാടുപെട്ടും ഒരുപാട് റമളാനിൻ്റെ പ്രത്യേകമായ ഫദ്ല് കൊണ്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നിലനിർത്താൻ അതിനുവേണ്ടി സാധിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു അകലം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കരുതണം എപ്പോഴും എന്നുള്ളതാണ്. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്ത ആ സ്ഥിരത അത് ബാക്കിയുണ്ടാവുള്ളൂ, അത് നിലനിൽക്കുകയുള്ളൂ. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിലനിൽണ്ടാവണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ നസലത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജമീൽ ഖുർആനി ആയത്തുൻ അശദ്ദു വലാ അശഖു അലൈഹി മിൻ ഹാദിഹിൽ ആയ. ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ പ്രവാചകരുടെ മേലിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള മുഴുവൻ ആയത്തുകളും അവതരിച്ച കൂട്ടത്തിൽ ഇത്ര ഭാരമുള്ള, ഇത്ര കഠിനമായ ഒരായത്ത് ഖുർആനിൽ വേറെ ഇറങ്ങിയിട്ടില്ല. എന്താണത്? ഫലിദാലിക ഫദ്ഉ വസ്തഖിം കമാ ഉമിർത് വലാ തത്തബി അഹ്വാഅഹും. സൂറത്ത് ശൂറയിൽ വസ്തഖിം കമാ ഉമിർത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് താങ്കളോട് കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ മുസ്തഖീമായി നിലക്കൊള്ളുക. സ്ഥിരത, ഇസ്തിഖാമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകൻ കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക് ഔ ഗൈറക്. 2 റിപ്പോർട്ടാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരും, അതുകൊണ്ട് എനിക്കെല്ലാം മതിയാവണം, വേറെ ആരോടും ചോദിക്കേണ്ടി വരരുത്, അതുകൊണ്ട് എൻ്റെ ഇസ്ലാം പൂർണ്ണമാവണം, എനിക്ക് അള്ളാഹിൻ്റെ സ്വർഗം നേടണം. എന്തേ നബി സല്ലല്ലാഹു പറഞ്ഞു, എന്തെല്ലാം ഉണ്ട് ഇസ്ലാമിൽ പറയാൻ പഠിപ്പിക്കാൻ. അവിടുന്ന് പറഞ്ഞു, കുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. നിനക്ക് മുസ്ലിം ആവണോ, നിനക്ക് മൂമിനാവണോ, നിനക്ക് സ്വർഗം നേടണോ എങ്കിൽ ആമൻതുമില്ല, നിൻ്റെ ഈമാനിനെ നീ പ്രഖ്യാപിക്കുക. സുമ്മസ്തഖീം, ആ പ്രഖ്യാപനം, ആ ഈമാനിനനുസരിച്ച് നീ മുസ്തഖീമായി ജീവിക്കുക. സ്ഥിരതയാണ് അത്. വളരെ ഗൗരവമായി കാണേണ്ടുന്ന വിഷയമാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ എല്ലാം നമ്മുടെ പ്രതീക്ഷ പോലെയും കണക്ക് കൂട്ടൽ പോലെയുമല്ല. എത്രയും വേഗം അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. എത്ര വേഗമാണ്. കുഞ്ഞുമൊയ്തീൻ മുസല്ലമി ജോലി മതിയാക്കി യാത്ര പോവുകയാണ്. എത്ര കൊല്ലമായി വന്നിട്ട് അത് കണക്ക് കൂട്ടി പറയുമ്പോൾ ഇത്ര കൊല്ലം ഇന്നലെ വന്ന മാതിരി നമുക്ക് തോന്നുകയാണ്. എത്ര വേഗ ദിവസങ്ങൾ കഴിയുന്നത്, വർഷങ്ങൾ കഴിയുന്നത്. അപ്പോൾ ഇതിന് ഇടയിൽ ഈ ഇസ്തിഖാമത്തിൻ്റെ വിഷയം ഗൗരവമായി നമ്മുടെ മുഖ്യ അജണ്ടയായി നമ്മൾ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖതഅൽ ലൈലിൽ മുളലിം. കൂരാകൂരി ഇരുട്ടുള്ള രാത്രി പോലെ ഒന്നും കാണാനും തിരിച്ചറിയാനും പറ്റാത്ത രൂപത്തിൽ ഫിത്തനകൾ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വീഴും. അതിനു മുമ്പ് നിങ്ങൾ അമലുകൾ കൊണ്ട് അതിനെ മുൻകടക്കുക. എന്താണ്? യസ്ബഉൽ മർഉ മൂമിനൻ വയംസി കാഫിറ. രാവിലെ ഒരാൾ മൂമിനായിരിക്കും, നിസ്കാരവും ദിക്റും ദുആയും ഒക്കെ ഉണ്ടാവും. വയംസി കാഫിറ, വൈകുന്നേരം ആകുമ്പോൾ അവൻ കാഫിറായിട്ടുണ്ടാവും. അല്ലെങ്കിൽ വയംസി മൂമിനൻ വയസ്ബഹു കാഫിറ, വൈകുന്നേരം എല്ലാം നല്ല മട്ടത്തിലായിട്ടുണ്ടാവും, മൂമിനാണ്, മുസ്ലിമാണ്, ഒക്കെയാണ്. പക്ഷെ നേരം വെളുത്തപ്പോഴേക്ക് അവൻ്റെ എല്ലാം മാറിയിട്ടുണ്ടാവും. ഈ രീതിയിൽ ആകപ്പാടെ അടിമുടി തകിടം മറിക്കുന്ന രീതിയിലുള്ള ഫിത്നകൾ, പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. യബുൽ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്.
തൻ്റെ ഈമാനും അമലും ഒക്കെ ദുനിയാവിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ കഷണത്തിന് വേണ്ടി അവൻ വിറ്റ് കളയും. ആ രീതിയിൽ തകർന്നു പോകുന്ന അവസ്ഥ, രോഗമായിരിക്കാം, പട്ടിണിയായിരിക്കാം, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളായിരിക്കാം, ഒരിക്കലും കണക്ക് കൂട്ടാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുപെടും. അതിനു മുമ്പ് ബാദിറു ബിൽ അഅ്മാൽ, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അത്തരം പരീക്ഷണങ്ങളുടെ യാതൊരു നിർവാഹവുമില്ലാത്ത രീതിയിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥകൾ വന്നുപെടുന്നതിന് മുമ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങൾ സത്യവിശ്വാസികൾ രാവും പകലും, രാവിലെ തൻ്റേതാണെങ്കിൽ വൈകുന്നേരം തനിക്കുണ്ടെന്ന് പ്രതീക്ഷിക്കേണ്ട, വൈകുന്നേരമായാൽ രാവിലെയാണെന്ന് പ്രതീക്ഷിക്കേണ്ട, ആ രീതിയിലുള്ള സമയത്തെ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ, എന്നിട്ട് സമയത്തിൻ്റെ മുന്നിൽ നടക്കാൻ സാധിക്കണം. അതാണ് ഓരോ കാര്യത്തും ഓരോ നേരത്തും തൻ്റെ ബാധ്യത, അള്ളാഹുവിനോടുള്ള കടമകൾ വീട്ടി, ആളുകളോടുള്ള നന്മകൾ ചെയ്ത് ഇനി എന്തുണ്ട് ചെയ്യാൻ എന്ന് ചോദിക്കുന്ന രീതിയിൽ കാത്തു നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ ഹദീസുകളിലൊക്കെ വായിക്കുമ്പോൾ നിസ്കാരത്തിന് സമയമാകുന്നതിന് മുമ്പേ പള്ളിയിലെത്തി, ഒന്നാമത്തെ സഫിൽ തന്നെ വന്ന്, എന്തിനാപ്പത്, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ? നമ്മളൊരുപാട് പണികളുള്ളത് കൊണ്ടാണല്ലോ നിസ്കാരത്തിനെത്താത്തത്, പലതും വൈകിപ്പോകുന്നത്. അങ്ങനെയാണ് നമ്മളെ കണക്ക് കൂട്ടൽ. അങ്ങനെയല്ല. അതിനൊന്നും പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ വന്നുപെടുന്നതിന് മുമ്പ് വലിയ ഗൗരവത്തോടും മത്സരബുദ്ധിയോടും കൂടി മുന്നോട്ട് വരികയും നന്മകൾക്ക് മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് മുന്നിലെ സഫിൽ വന്ന് നിങ്ങൾക്ക് നിസ്കരിക്കുന്നതിൻ്റെ ഫദ്ലുകൾ പറഞ്ഞു. അടുത്ത നിസ്കാരം ആയപ്പോഴേക്ക് പള്ളിയിൽ ആളുകൾ നിറഞ്ഞു. ആരാണ് മുന്നിലെ സഫ് നിൽക്കേണ്ടത്? നറുക്കിട്ടിട്ടാണ് ആളെ തീരുമാനിക്കുന്നത്. വലിയ പ്രയാസമുള്ള സമയമാണ്. അതുകൊണ്ട് ഓരോരുത്തരും എന്താ വീട്ടിലുള്ളത് കൊണ്ടുവരണം, നമുക്ക് യുദ്ധത്തിൻ്റെ സൈന്യത്തെ തയ്യാറാക്കി അയക്കേണ്ടതുണ്ട്, പട്ടിണിയും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചരിത്രം ധാരാളം കേട്ടതാണ്. സഹാബികൾ തിരിച്ചു വന്നത് എങ്ങനെയാണ്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം വന്നു. അദ്ദേഹം പിന്നെ പറയാണ്, എൻ്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ട്, എല്ലാ പ്രാവശ്യവും അബൂബക്കർ എന്നെ തോൽപ്പിക്കാറുണ്ട്, ഇപ്രാവശ്യം അബൂബക്കറിനെ എനിക്ക് പിന്നിലാക്കണം എന്നറിഞ്ഞിട്ട് അദ്ദേഹം വന്നു. അപ്പോൾ എന്താണ് ഉമർ താങ്കളുടെ സംഭാവന? അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്കുള്ളതിൻ്റെ മുഴുവൻ അതിൻ്റെ പകുതിയും ഞാൻ ഈ യുദ്ധ ഫണ്ടിലേക്ക്, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് സംഭാവനയെ നൽകുന്നു, അത് സ്വീകരിക്കണം. തക്ബീർ ചൊല്ലി സ്വീകരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അബൂബക്കർ അള്ളാഹുവിന് വരുന്നു. എന്താണ് അബൂബക്കർ താങ്കൾ നൽകാൻ തീരുമാനിച്ചത്? എന്താണ് അവിടുന്ന് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ വീട്ടിൽ അള്ളാഹും റസൂലുമില്ലാതെ യാതൊന്നും ഞാൻ ബാക്കിയാക്കിയിട്ടില്ല, എനിക്കുള്ളതെല്ലാം ഞാൻ ദാനമായി നൽകുന്നു. അള്ളാഹും റസൂലും മതി, എങ്കിൽ പിന്നെ വേറെന്തിനാണ് മുതൽ? അപ്പോൾ ഇത് സക്കാത്തിൻ്റെ വിഹിതം എണ്ണി ഓരോരുത്തരും താങ്കൾ ഇത്ര കൊടുക്കണം, താങ്കൾ ഇത്ര കൊടുക്കണം, അതിൻ്റെ സമയമായിട്ടുണ്ട്, അവധി എത്തിയിട്ടുണ്ട് എന്നല്ല പറഞ്ഞത്, നിർബന്ധ ദാനത്തെക്കുറിച്ചല്ല. അപ്പോൾ ബാദിറു ബിൽ അഅ്മാൽ അൽഫിതൻ കല്ലൈലിൽ മുളലിം. അപ്പം എന്താണ്? ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒന്നിനും നേരം കിട്ടാത്ത രീതിയിൽ ഫിത്നകൾ കൊണ്ട് പരീക്ഷണങ്ങളിൽ പെട്ടുപോയിട്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതിനു മുമ്പ് ആരോഗ്യമുള്ളപ്പോൾ, അവസരമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, സൗകര്യമുള്ളപ്പോൾ നിങ്ങൾ നന്മകൾ മത്സരബുദ്ധിയോടുകൂടി നിർവഹിച്ചിട്ട് മുന്നോട്ട് വരിക എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതാണ് ഇസ്തിഖാമത്തിന്, അതാണ് മുദാവമത്തിന് നമ്മളെ സഹായിക്കുക. ആ ഒരു ചിന്ത, ആ ഒരു പതിവാക്കി ധൃതി കാണിച്ച് നന്മകളിലേക്ക് മുന്നേറുന്ന അവസ്ഥ നമ്മൾക്കുണ്ടാവണം. അതാണ്. സമയം എവിടെയാണ്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾക്ക് ഒരു പിടുത്തവുമില്ല. നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമ കസീറു മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. നമ്മൾ ധാരാളം പഠിച്ചതാണല്ലോ. 2 അനുഗ്രഹങ്ങൾ, അധിക പേരും അതിൽ തോറ്റുപോകുന്ന വഞ്ചിതരാണ്. ആരോഗ്യവും ഒഴിവ് സമയം, ആരോഗ്യവും ഒഴിവ് സമയം, ഇത് രണ്ടും അതിൻ്റെ വില. രോഗിക്ക് ആരോഗ്യത്തിൻ്റെ വില അറിയൂ. ഒന്നിനും നേരം കെട്ടാത്തപ്പോഴാണ് വെറുതെ നഷ്ടപ്പെടുത്തിയ സമയത്തിൻ്റെ വില അറിയുക. അഹ്ലുൽ ജന്ന യതഹസ്സറൂൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഹ്ലുൽ ജന്ന യതഹസ്സറൂൻ, സ്വർഗവാസികളായ മഹാഭാഗ്യവാന്മാരായ ആളുകൾ അവർ സങ്കടപ്പെടുന്നൊരു സംഗതി. സ്വർഗത്തിലെത്തിയിട്ട് സങ്കടവും, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു പേടിയും സങ്കടവും ഒന്നുമില്ലാത്ത സ്വർഗം. അവിടെ പക്ഷേ അഹ്ലുൽ ജന്ന സങ്കടപ്പെടുന്നൊരു കാര്യമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ്
ജീവിതത്തിൽ അശ്രദ്ധമായി വെറുതെ നഷ്ടപ്പെടുത്തിപ്പോയ നിസ്സാര നിമിഷങ്ങളെ ഓർത്തിട്ട് ആ നേരവും കൂടി ദിക്ർ ചൊല്ലിയിരുന്നെങ്കിൽ, അപ്പോഴും കൂടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അന്നേരവും കൂടി ഒരു നന്മ ചെയ്തിരുന്നെങ്കിൽ സ്വർഗത്തിൽ നമ്മൾ ഇപ്പോഴെവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് അഹ്ലുൽ ജന്ന പോലും ഖേദിക്കുന്ന ഒരേ ഒരു കാര്യം അശ്രദ്ധമായി നഷ്ടപ്പെട്ടു പോയ സമയത്തിൻ്റെ നിസ്സാരമായ അംശങ്ങളെ പറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗകര്യം, ഇത് നോമ്പൊക്കെ നോറ്റ് ഇങ്ങനെ എല്ലാം മതിയായി എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിശാച് നമ്മളെ അടുത്തു വരും. മുന്നിലൂടെയും പിന്നിലൂടെയും അറിയാത്ത വാതിലൊക്കെ വരും സമയം നഷ്ടപ്പെടുത്താനുള്ള ഒരുപാട് കോപ്പുകളുമായി. അവിടെ നമ്മുടെ സമയം നമ്മുടെ കയ്യിലാണ്, മറ്റാരുടെയുമല്ല. വായ്പ വാങ്ങാൻ, കടം വാങ്ങാൻ, പണം കൊടുത്തു വാങ്ങാൻ, ബാക്കിയുള്ളത് എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിക്കാൻ ഒന്നും പറ്റാത്ത സാധനം സമയം മാത്രമാണ്. ജീവിതം എന്നതിന് മറ്റൊരർത്ഥം, ഒരു വാക്ക് പറഞ്ഞാൽ ആയുസ്. എന്താണ് നിൻ്റെ ജീവിതം? ആയുസ് പണമാണോ, വീടാണോ, സമ്പാദ്യങ്ങളാണോ, മക്കളാണോ? ജീവിതം എന്ന് പറഞ്ഞാൽ സമയമാണ്. അതുകൊണ്ട് ആ സമയം നീ എങ്ങനെ ചെലവഴിച്ചു എന്ന് നമ്മളോട് ചോദിക്കും. ആ സമയത്തെ മറ്റ് പലതിലും പല കോഴ്സുകളും ടൈം മാനേജ്മെൻറ്റൊക്കെ പലരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഇസ്ലാം ആദ്യം തന്നെ പഠിപ്പിക്കുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണപ്പെട്ട് ചെന്നാൽ നാളെ പിറ്റേന്ന് പരലോകത്ത് മറ്റെല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള വിചാരണയും നടപടിയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യമായി ചോദിക്കുക അൻ ഉംരിക, നിൻ്റെ ആയുസ്സിനെ പറ്റി, നിനക്ക് കിട്ടിയ സമയത്തെപ്പറ്റി. അത് നീ എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെ തീർത്തു, എങ്ങനെ തുലച്ചു എന്ന് നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും എന്നതാണ്. അതുകൊണ്ട് സമയം റമളാൻ മാത്രമല്ല, ശവ്വാലും ദുൽഖഅദും ദുൽഹജ്ജും എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ട് ഏത് സമയവും നമ്മൾക്ക് തിരിച്ചു പോകാൻ, അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയാൻ അതിനുള്ള തയ്യാറെടുപ്പാണ് മുത്തക്കിയായ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ജാഗ്രതയോടുകൂടി ഏത് നേരവും ഉണ്ടാവേണ്ടത്. ഖുർആനിലെ ചില വചനങ്ങളുണ്ട്. അതായത് സത്യനിഷേധികളും ജീവിതം പരാജയപ്പെടുത്തിയവർ, അങ്ങനെയുള്ളവരുടെ ചില അനുഭവങ്ങൾ പറയുന്നിടത്ത് സൂചിപ്പിക്കുകയാണ്. ഒന്ന് സൂറത്തുൽ മൂമിനൂനിൽ, സൂറത്ത് സജദയിൽ, സൂറത്ത് ഫാത്തിറിലൊക്കെ ഉള്ള ചില വചനങ്ങൾ. ദുനിയാവിൽ ഹക്കും ബാത്തിലും മരണവും പരലോകവും ഒന്നും ഓർക്കാതെ തോന്നിയതുപോലെ ജീവിച്ചവർ, അങ്ങനെ മരണം മുന്നിലെത്തിക്കഴിഞ്ഞാൽ പറയും റബ്ബിർജിഊൻ, പടച്ചവനെ എന്നെ ഒന്ന് മടക്കി തരണേ എന്ന് പറയും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, കഴിഞ്ഞു പോയ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് എനിക്ക് സാലിഹായ അമല് ചെയ്ത് തിരിച്ചു വരാൻ ഒരു ലേശം സമയം പോയിട്ട് എനിക്ക് ആ കച്ചവടം കൂടി ചെയ്യാൻ, ആ ജോലിയും കൂടി ചെയ്യാൻ, ആ ഗൾഫിലും കൂടി ഒന്ന് പോകാൻ, അല്ലെങ്കിൽ ആ വീടൊന്ന് ഉണ്ടാക്കാൻ, ആ പറമ്പൊന്ന് വാങ്ങാൻ, അതൊന്നും ചെയ്യാൻ, ഇങ്ങനെ കല്യാണമോ കച്ചവടമോ കാര്യങ്ങളോ ഇതൊക്കെ എന്തെല്ലാം പൂതികൾ ബാക്കി വെച്ചിട്ടാണ് മനുഷ്യൻ പൊടുന്നനെ മരണത്തിന് വിധേയനായി കീഴ്പ്പെട്ട് യാത്രയാകുന്നത്. ആ പൂതികളൊന്നുമല്ല പറയണത്. റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, കഴിഞ്ഞതുപോലെയല്ല, ഞാൻ തിരിച്ചു ചെന്നിട്ട് സാലിഹായി തിരിച്ചു വരാൻ പടച്ചവനെ ലേശം എന്നെ മടക്കിത്തരണേ, നീട്ടിത്തരണേ എന്നാ പറയണത്. വേറൊരു വചനത്തിൽ പഠിപ്പിക്കുന്നത് വലൗ തറ ഇദൽ മുജ്രിമൂന നാകിസു റൂസഹും ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമീനാ ഫർജിനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനുൻ. പടച്ചവനെ എന്താ പറയണത്? പരലോകത്ത് വേണ്ടിയോ ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുന്ന സമയത്ത് എല്ലാം കണ്ണിൽ കണ്ട് ബോധ്യമായപ്പോൾ നിഷേധിച്ച് നടന്നിരുന്നവർ, അല്ലെങ്കിൽ അത് അത്തരം ഒരു രംഗം വരാനുണ്ട് എന്ന് മറന്നു കളഞ്ഞ ആളുകൾ, അവർ പറയാണ് പടച്ചവനെ റബ്ബന അബ്സർനാ വസമീന, ഞങ്ങൾ കണ്ടു കേട്ടു മനസ്സിലാക്കി പടച്ചവനെ, ഞങ്ങൾക്ക് ബോധ്യമായി, ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനുൻ, അതുകൊണ്ട് ഒരവസരം നീട്ടിത്തരണേ, ഒന്ന് മടക്കി തരണേ. ഇന്നാ മൂഖിനുൻ, ഉറപ്പായിട്ട് പറയാണ് ഞങ്ങൾ നല്ലത് ചെയ്ത് തിരിച്ചു വരാം. നഅമൽ സാലിഹൻ അവിടെ ഒക്കെ പറയണത് ജീവിതത്തിലെ മറ്റു പൂതികളൊന്നുമല്ല. ഒന്നും ശരിയായില്ല, വിസയൊക്കെ ക്യാൻസലാക്കി തിരിച്ചു പോയിട്ട് രണ്ടാമതൊരു വിസ, ഒരു കുറച്ചും കൂടി ഒരു ചെറിയൊരു സംഗതിയും കൂടി പൂർത്തിയാക്കാനുണ്ട്, അതിനൊരു വിസയും, ഒരു ഗൾഫിൽ പോവുക, അങ്ങനത്തെ പൂതികളല്ല പറയണത്.
പിന്നെ നഅമൽ സാലിഹ് എല്ലാവരും പറയുന്നത് മറ്റു ജീവിതത്തിലെ പൂതികൾ യാതൊന്നുമില്ല, ഞാൻ സാലിഹായി തിരിച്ചു വരാം, സാലിഹായ ഒരു അമൽ ചെയ്തിട്ട് തിരിച്ചു വരാൻ പഠിച്ചവനെ. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. വെറുതെ പറയാണ്, അള്ളാഹുവിൻ്റെ മറുപടിയാണ്. വെറുതെ പറയാ ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ എന്ന്, വെറും വാക്കാണ്, സമയം നീട്ടിക്കൊടുത്തിട്ടൊരു കാര്യവുമില്ല. എന്നിട്ട് ഖുർആൻ ചോദിക്കുക എന്താണ്? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഓർമ്മിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും നല്ലത് ചെയ്യുന്നവനും തീർത്തും ബോധ്യമാവാൻ മനസ്സിലാകാൻ മാത്രം അവസരം നിങ്ങൾക്ക് നാം നൽകിയില്ലേ? നുഅമ്മിറുക്കും, എത്ര പ്രായമാണ് നിങ്ങൾക്ക് നൽകിയത്, എത്ര അവസരമാണ് നൽകിയത്. ആ അവസരം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് തിരിച്ചറിയാനും അതുപോലെ നല്ലത് ചെയ്യാനും സാലിഹായി തീരാനും നിങ്ങൾ ശ്രമിച്ചില്ല. എന്നിട്ട് ഇപ്പോഴാണോ ലേശം സമയം തന്നാൽ നഅമൽ സാലിഹൻ എന്ന് നിങ്ങൾ പറയുന്ന കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. നബി സല്ലല്ലാഹു പറഞ്ഞു 60 വയസ്സോളം ജീവിക്കാൻ ഒരുത്തിന് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് പടച്ചവൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഉദുറും പറയാൻ, ഒരു എക്സ്ക്യൂസും പറയാൻ അവനുണ്ടാവില്ല. ഒന്നും പറയാൻ കഴിയില്ല, ന്യായമില്ല പറയാൻ എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ജീവിതത്തിൻ്റെ അവസ്ഥ. അതാണ് നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടത്, ബാക്കി ഉണ്ടാവേണ്ടുന്ന കാര്യം. ഞാൻ ദീർഘിപ്പിക്കല്ല, സാന്ദർഭികമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നോമ്പിന് ശേഷം വീണ്ടും ക്ലാസ്സും കാര്യങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരുക്കങ്ങൾ വീണ്ടും ആരംഭിക്കുമ്പോൾ ഈ നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ളത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തഖ്വയുടെ മുത്തഖിയുടെ ശീലവും സ്വഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് കാലക്രമേണ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിനു വേണ്ടിയുള്ള ഗൗരവമായ ചിന്ത നമ്മളിലുണ്ടാവണം. ഖുർആൻ പാരായണം, ദിക്റുകൾ, നിസ്കാരം, പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് ശേഷം നോമ്പിൻ്റെ അത്ര അളവിലും ആവേശത്തിലും ഇല്ലെങ്കിൽ പോലും ആത്മാർത്ഥമായി അതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബാക്കി ഉണ്ടാവണം. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു പറഞ്ഞു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ വലൗ ഖല്ല. അള്ളാഹുവിന് അമലുകളുടെ കൂട്ടത്തിൽ, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എപ്പോഴെങ്കിലും വലിയ ആവേശത്തിൽ ഒരുപാട് ചെയ്യുക എന്നതല്ല, പിന്നീട് ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ല. പിന്നെയോ അദ്വമുഹ, പതിവായി ദായിമായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഇഷ്ടം. വലൗ ഖല്ല, അതെത്ര ഖലീലാണെങ്കിലും, എത്ര കുറച്ചാണെങ്കിലും. വലിയ വലിയ പള്ളികൾ തിരഞ്ഞു പോയി വലിയ വലിയ ഓത്തുകാരുടെ പിന്നിൽ നിന്ന് നേരം വെളുക്കുന്നതേ നിസ്കരിച്ചൊക്കെ ശരിയെന്നെ, അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. പക്ഷേ അങ്ങനെയൊന്നുമല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ വീട്ടിൽ വെച്ച് തന്നെ പതിവായി നീ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 റക്അത്തെങ്കിലും, അതല്ല 1 റക്അത്താണെങ്കിൽ പോലും, നീ സുബഹിയായി പോകുമെന്ന് പേടിച്ചാൽ നേരം കിട്ടാതെ വന്നാൽ വേഗം ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്ന് പറയണ്ടായി. അപ്പോൾ അങ്ങനെയെങ്കിലും നീ നിസ്കാരം, രാത്രിയിൽ നമസ്കാരം പൂർത്തിയാക്കുക, പതിവാക്കുക. അബ്ദുള്ള റജുലുൻ സാലിഹുൻ ലൗ ഖാമൽ ലൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുള്ള നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. ഇതാ ഖാമൽ ലൈൽ, രാത്രിയിലെ നിസ്കാരവും കൂടി ഉണ്ടെങ്കിൽ. ഏത് ഔളയാണത്? ഏത് നമ്മളെ കൂട്ടത്തിലുള്ള ഔളനെ കുറിച്ചല്ല പറഞ്ഞത്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറയണത് എന്നാണ് ഹദീസിന്റെ വിശദീകരണം. മഹാനായ സഹാബി, വലിയ മഹാന്മാരായ സഹാബികളുടെ സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്ന ഇൽമു കൊണ്ട് അവരോടൊപ്പം നിലവാരത്തിൽ നിന്നിരുന്ന അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കും നമ്മൾക്കും ഒക്കെയുള്ള പാഠമായി പറയുകയാണ്. നോമ്പിൻ്റെ നിസ്കാരമൊക്കെ പള്ളിയിൽ നിസ്കരിക്കണമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റു ദിവസങ്ങളിലെ രാത്രിയിലെ കർമ്മങ്ങളെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. മറ്റ് രാത്രികളിലും പതിവായി നിസ്കാരം ഉണ്ടെങ്കിൽ അബ്ദുള്ള നല്ല മനുഷ്യനാണ്, എല്ലാ മനുഷ്യന്മാരും. അപ്പോൾ സഹാബത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലവരാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ കാണാത്ത അറിയാത്ത നിങ്ങളുടെ രാത്രിയുടെ സ്വകാര്യ ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരം ഉണ്ടാവണം. ലാ തകുൻ മിസ്ല ഫുലാനിൻ കാന യഖൂമുൽ ലൈല സുമ്മ തറക്കഹു. മറ്റൊരു ഹദീസിൽ കാണാം, രാത്രിയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു, പിന്നെ അത് നിർത്തി. അവനെപ്പോലെ നീ ആവരുത്. പറഞ്ഞു വന്നത്
ഇസ്തിഖാമത്ത്, സ്ഥിരത, കുൽ ആമൻതു ബില്ലാഹി മുസ്തഖീം, ജീവിതത്തിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നാണ്. അതുണ്ടാവണേ എന്നാണ് നമ്മൾ പേടുന്നത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമുകളുടെ മാർഗത്തിൽ തന്നെ ചേർക്കണമേ, നയിക്കണമേ എന്ന്. മുസ്തഖീമാവുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലും കർമ്മത്തിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ സ്ഥിരത ഉണ്ടാവുക എന്നതാണ്. വിശദീകരിക്കുന്നില്ല, നീട്ടി പറയുന്നില്ല. അപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ നോമ്പിന് മാത്രമാണ് തറാവീഹ് പള്ളിയിൽ ജമാഅത്തായിട്ട് ഇമാമിൻ്റെ പിന്നിൽ നമസ്കരിക്കുന്നത്. എന്നാൽ സുന്നത്ത് നമസ്കാരം രാത്രിയിലെ ഖിയാമുൽ ലൈലി എന്നുമുണ്ട്, വിത്ർ എന്നുമുണ്ട്, തഹജ്ജുദ് എന്നുമുണ്ട്. അത് ആ ശീലിച്ചു പോകുന്നത് റമളാനിലൂടെ നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ളത്. അത് ആ ആത്മാർത്ഥതയും ആ ആവേശവും കൈവിട്ടു പോകാതിരിക്കാൻ ഗൗരവമായി ഓർക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. റഹിമല്ലാഹു റജുലൻ റഹിമല്ലാഹു ഇംറഅതൻ എന്ന് തുടങ്ങിയുള്ള ഹദീസ് പ്രസിദ്ധമാണല്ലോ. രാത്രി എഴുന്നേറ്റിട്ട് വുളൂഎടുത്ത് ശുദ്ധി ചെയ്ത് എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹിൻ്റെ മാർഗത്തിൽ നമസ്കരിച്ചു. അതിനുവേണ്ടി ആ നിസ്കാരത്തിൽ കൂടാൻ വേണ്ടി ഭാര്യയെ വിളിച്ചുണർത്തി. കൂട്ടാക്കിയില്ലെങ്കിൽ ഉറക്കിൻ്റെ അവസ്ഥയിലാണെങ്കിൽ മുഖത്ത് വെള്ളം കുഴഞ്ഞ് ഭാര്യയെ വിളിച്ചുണർത്തി. എന്നിട്ട് ഒന്നിച്ച് നമസ്കരിച്ച അതിനുവേണ്ടി മുന്നിൽ നിന്ന പുരുഷനെ അള്ളാഹു കാരുണ്യം കൊണ്ട് പൊതിയുമാറാവട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ റഹിമല്ലാഹു ഇംറഅതൻ, ഒരു സഹോദരി രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് സുബഹിയാകുന്നതിന് മുമ്പ് എന്നിട്ട് ശുദ്ധി വരുത്തി കുളിക്കണമെങ്കിൽ കുളിച്ചു, വുളൂഎടുക്കണമെങ്കിൽ വുളൂഎടുത്തു, നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി ഭർത്താവിനെ വിളിച്ചുണർത്തി. ഉണരുന്നില്ലെങ്കിൽ മുഖത്ത് വെള്ളം കുടഞ്ഞ് ഉണർത്തി. എന്നിട്ട് ഒരുമിച്ച് നമസ്കരിച്ചു. അള്ളാഹു ആ രാത്രി നമസ്കരിച്ച പുരുഷനെ, അതിനുവേണ്ടി കുടുംബത്തെ തയ്യാറാക്കിയ ഭാര്യയെയും ഭർത്താവിനെയും അള്ളാഹു കാരുണ്യം കൊണ്ട് പൊതിയുമാറാവട്ടെ എന്നാണ്. നമ്മളൊക്കെ ഭാര്യമാരും ഭർത്താക്കന്മാരുമാണ്. അപ്പം എന്ത് പറഞ്ഞാലും ഇക്കനെ ഉറങ്ങുമ്പോൾ വിളിക്കാൻ പാടില്ല. അത് ഇക്കക്ക് തീരെ ഇഷ്ടമല്ല. എന്നാൽ ഇക്കൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉണരുന്നവരെ കാത്തിക്കണം. അങ്ങനെ തന്നെ ഇത്തൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ രണ്ടു കൂട്ടരും ആ വിഷയത്തിൽ പരസ്പര സഹകരണമാണ്, സ്നേഹവും സന്തോഷവും ഒക്കെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ തകുൻ മിസ്ല ഫുലാനിൻ കാന യഖൂമുൽ ലൈല സുമ്മ തറക്കുഹു. രാത്രി നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു, റമളാൻ കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഒഴിവാക്കി. അവനെ പോലെ നീ ആവരുത് എന്ന് ഖുർആൻ പാരായണം അങ്ങനെ തന്നെയാണ്. രാത്രിയിൽ ഓതിക്കൊണ്ടിരുന്ന ഭാഗം എന്തോ കാരണത്താൽ രോഗം കൊണ്ടോ ക്ഷീണം കൊണ്ടോ ഉറങ്ങിപ്പോയി ഓതാൻ പറ്റിയില്ല. നേരം വെളുത്തിട്ട് ആ ഭാഗം അവൻ ഓതി തീർത്താൽ രാത്രിയിൽ ഖുർആൻ ഉറക്കമൊഴിഞ്ഞ് ഓതിയ അതേ പുണ്യം അവന് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിസ്കാരത്തിൻ്റെയും ഓത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അത് പറഞ്ഞത് കാണാൻ സാധിക്കും. സൂചിപ്പിക്കുന്നത് നമുക്ക് ആ സുന്നത്തുകൾ നിർബന്ധമല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ശവ്വാലിലെ ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളിൽ 6 നോമ്പ് നോറ്റ് പൂർത്തിയാക്കാവുന്നതാണ്. കന്നോ സാമദ്ദഹ്റ കുല്ലഹു, വർഷം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞേ കാണാം. സുന്നത്ത് നോമ്പുകളുണ്ട്, തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അയ്യാമുൽ ബീദ്, അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ. ഇതിലെ സുന്നത്ത് നോമ്പുകൾ, രാത്രിയിലെ സുന്നത്ത് നിസ്കാരമൊക്കെ വലോ കല്ല, എത്ര കുറവാണ് എങ്കിലും അത് പതിവായി ജീവിതത്തിൽ നിലനിർത്തുക. അതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് സഹാബികൾക്കിടയിൽ പേര് കേട്ടിട്ടുള്ള മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, നബി ചിലപ്പോൾ ആരോടും പറയാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ മുനാഫിക്കുകളുടെ പേരുകളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ മുന്നിൽ സഫിൽ വന്ന് നിൽക്കുന്നു, കൂട്ടത്തിൽ എല്ലാത്തിനും ഉണ്ട്, പരസ്യമായി ഉറക്കെ പറയാൻ നിസ്കരിക്കാനൊക്കെ ഉണ്ട്, പക്ഷേ മുനാഫിക്കുകളാണ്. അങ്ങനെ പലർക്കും തിരിച്ചറിഞ്ഞുകൂടാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന അങ്ങനെ കിട്ടിയ ചില വിവരങ്ങളൊക്കെ ഹുദൈഫ റളിയല്ലാഹു അടുത്ത് അറിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി പറയാത്തത് കൊണ്ട് ഞാനും അത് പരസ്യമായി പറയുന്നില്ല എന്ന് അദ്ദേഹം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫിന്റെ പിന്നാലെ കൂടി പിന്നെയും ഹുദൈഫ, എൻ്റെ പേര് ആ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇനിയെങ്കിലും എനിക്കത് പറഞ്ഞൂടെ, എൻ്റെ പേരെങ്ങാനും ആ
കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ കല്ല വല ഉസക്കി ബഅദക അലാ അഹദ്. ഉമറെ, താങ്കളുടെ പിന്നാലെ കൂടിയിട്ടുള്ള ചോദ്യം കൊണ്ട് ഞാൻ പറയുകയാണില്ല, താങ്കളുടെ പേരായില്ല. പക്ഷേ താങ്കൾക്ക് ശേഷം ഇനി ആര് വന്ന് ചോദിച്ചാലും ഞാൻ പറയില്ല. അപ്പോൾ ഈമാനിൻ്റെ അവസ്ഥയാണ്. അൽ ഈമാൻ യസീദു വയൻഖുസ്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്നതാണ്. അത് ഈമാൻ കുറയാതെ ആ ഈമാനിനെ എപ്പോഴും നമ്മൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കണം, പരിശോധിച്ചു കൊണ്ടിരിക്കണം. അതിന് പുറത്തു നിന്നൊരാൾ വന്നിട്ട് തിരിച്ചറിയാൻ പറ്റിയ ഒരു മീറ്ററും അതിനില്ല, ഒരു ആയുധവുമില്ല, സ്വന്തമാണ്. ഇസ്തഫ്തി ഖൽബക്, നിന്റെ നഫ്സിനോട് നീ ഫത്വ ചോദിക്കുക. നീ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് നീ തീരുമാനിക്കാൻ, നിന്റെ ഈമാനിനെ ഉറപ്പിച്ചു നിർത്തുവാൻ, നിന്റെ അമലുകൾ കൊണ്ട് അതിനെ വർദ്ധിപ്പിക്കുവാൻ, അതിനെ നിലനിർത്തുവാൻ, തോറ്റുപോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് ഓരോരുത്തരും വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയുകയാണ്. ആകാശത്തെ പോലെ, സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ വലിയ വലിയ അള്ളാഹുവിൻ്റെ ഭൗതിക സൃഷ്ടികളൊക്കെ എടുത്തു പറഞ്ഞിട്ട് സത്യം ചെയ്തതുപോലെ മനുഷ്യൻ്റെ, ദുർബലനായ മനുഷ്യൻ്റെ നഫ്സ്, ആ നഫ്സിനെ അള്ളാഹു സത്യം ചെയ്യാൻ എടുത്ത് ഉപയോഗിക്കുകയാണ്. എങ്ങനെയുള്ള നഫ്സ്? അല്ലവ്വാമ, സ്വയം വിമർശിക്കുന്ന. നമ്മൾ പറയാറില്ലേ മനസാക്ഷിക്കുത്ത്? ആ മനസാക്ഷിക്കുത്ത് നമ്മുടെ മനസ്സ് നമ്മൾക്ക് പറഞ്ഞു തരും. പറഞ്ഞേ ശരിയായില്ല, അത് പറയണ്ടില്ലായിരുന്നു, അത് ചെയ്യണ്ടില്ലായിരുന്നു, അവിടെ പോകണ്ടില്ലായിരുന്നു, അത് കേൾക്കണ്ടില്ലായിരുന്നു, അതിന് നിൽക്കണ്ടില്ലായിരുന്നു എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നൊരു മനസ്സുണ്ടല്ലോ. അത് മനുഷ്യന് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. മഹത്തായ അനുഗ്രഹമാണ്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹ വതഖ്വാഹ. സമതുലിതമായ ഒരു മനസ്സ് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൽ ഫുജൂറിന്റെയും തഖ്വയുടെയും ഭാവം നൽകിയിട്ടുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ സംശുദ്ധമായി കാത്തു സൂക്ഷിച്ചവൻ വിജയിച്ചിരിക്കുന്നു, അല്ലാത്തവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ആ നഫ്സിനെ, ആ മനസ്സാക്ഷിക്കുത്തിനെ മാനിക്കാൻ അള്ളാഹു നൽകിയ മഹത്തായ ആ ഫളിനെ, ആ അനുഗ്രഹത്തെ മാനിക്കാനും അംഗീകരിക്കാനും നമ്മൾ തയ്യാറാവണം. ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. പിന്നെയും ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ട് തെറ്റായൊരു കാര്യം തിരക്കടില്ല ചെയ്യണേന് എന്നൊരു ഫത്വ കിട്ടുന്നവരെ നടക്കുകയല്ല. നിന്റെ മനസ്സ് നിനക്ക് ആദ്യം പറഞ്ഞുതരാം ശരിയല്ല. മഹാനായ ഉമർ മൗലവി, ഉസ്താദ് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ സംഭവം നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവാം. അതേ ഒരു യാത്രയിലാണ്. യാത്ര ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു, ധാരാളം യാത്ര ചെയ്യുന്നു, രാവും പകലും ഒക്കെ. ഒരു യാത്രയിൽ, ദൂരയാത്രയിൽ, ദൂരെ പോകുന്ന ബസ്സിൽ വഴിയിൽ നിന്നൊരാൾ കയറി. അപ്പോൾ പ്രായം ചെന്ന ഒരാൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുഴപ്പമില്ല എന്നുള്ള ഉമറിന്റെ അടുത്ത് വന്നിട്ട് മനുഷ്യനിരുന്നു. ഇദ്ദേഹം പ്രായമുള്ള മനുഷ്യൻ തന്നെയാണ്. അപ്പം ഇദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞിട്ട് പറഞ്ഞു, താങ്കൾക്ക് ഈ സ്ഥലം അറിയോ? അറിയാം. അവിടെ എത്തിയാൽ ഇന്നൊന്ന് വിളിക്കണേ, ക്ഷീണുണ്ട്, ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. ഈ വന്ന ആള് പറഞ്ഞു. അപ്പോൾ ഒരു ഉപകാരം ചെയ്യാൻ കിട്ടിയ അവസരം എന്നുള്ള ഉമർ മൗലവി ഓക്കെ, അതിനെന്താ, സന്തോഷമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബസ് പിന്നെയും കുറെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ഉമർ മൗലവി ഇയാളെ വിളിച്ചോണ്ടെത്തി. ഇയാൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്, ക്ഷീണിതനാണ്. അതാണ് താങ്കൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായി, ഇറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. അദ്ദേഹം തന്റെ സഞ്ചിയും കുടയൊക്കെ എടുത്ത് ചാടി മറിഞ്ഞ് പോയാൽ ബസ്സിൽ നിന്നിറങ്ങി. ബസ് വീണ്ടും പോയി. എല്ലായിടത്തും നിർത്താത്ത ബസ്സാണ്. ബസ് കുറേ ദൂരം ഓടിയതിനു ശേഷം നിർത്തി. അവിടെ ആ സ്ഥലം നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞ സ്ഥലമാണ്, ഈ മനുഷ്യൻ ഇറങ്ങേണ്ട സ്ഥലമാണ്. ഉമർ മൗലവി പറയാണ്, പടച്ചോനെ ഞാൻ എന്താ ചെയ്തത്? വളരെ കാലം മുമ്പ് നടന്ന സംഭവം പിന്നെയും ദീർഘകാലം കഴിഞ്ഞിട്ട് ഉമർ മൗലവി ഓർക്കുകയാണ് സങ്കടത്തോടു കൂടി. ആ മനുഷ്യനെ ഇനി ഞാൻ കാണൂലല്ലോ, ഒന്ന് മാപ്പ് ആക്കണമെന്ന് പറയാൻ. ഈ ബസ് തിരിച്ചു വിട്ടിട്ട് ആളെ കൂട്ടിപ്പോരാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ എന്തൊരു അബദ്ധമായി, കൽപ്പിച്ചു കൂട്ടിയല്ലേ ചെയ്തത്, പക്ഷേ ഇങ്ങനൊരു അബദ്ധം പറ്റി. ഇതിനാണ് മനസ്സാക്ഷി കുത്തെന്ന് പറയുന്നത്. പിന്നെയും മനസ്സിൽ നീ ആ ചെയ്തത് എന്തൊരു അക്രമാ ചെയ്തത്, എന്തൊരു തെറ്റാ നീ ചെയ്തത്, ഇങ്ങനെ ശപിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്, ഉള്ളിലുണ്ട്.
ലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, മനസാക്ഷിക്കുത്ത് നിന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന, തിരുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ ഉപദേശിക്കുന്ന ഒരു മനസ്സ് നിന്റെ ഉള്ളിലുണ്ട്. അതാണ് ഇസ്തഫ്തി നഫ്സക, നിന്റെ നഫ്സിനോട് നീ ഫത്വ ചോദിക്കുക. അതുകൊണ്ട് ആരെയും കാണാനും ഇനിയും കുറെ പഠിച്ചു തീർക്കാനും ഒരുപാട് പല സ്ഥലത്തും പോവാനും ചെയ്യാനും ഒന്നും സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ബാദിറൂബിൽ അഅ്മാലി സ്വാലിഹാൽ അൽ ഫിതൻ കല്ലൈലിൽ മുളലം. ഒന്നും കണ്ണു കാണാത്ത, ഒന്നും തിരിച്ചറിയാത്ത രീതിയിൽ, ഒന്നിനും നേരം കിട്ടാത്ത രീതിയിൽ പരീക്ഷണങ്ങൾ നമ്മുടെ തലയിൽ വന്നു വീഴുന്ന അതിനു മുമ്പ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതാണ് ആ വചനത്തിന്റെ ചുരുക്കം. ഞാൻ ദീർഘിക്കുന്നില്ല. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലവരായി ജീവിച്ചു മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാനും ഇൽമും തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും ഓർമ്മയിൽ തെറ്റിപ്പോയതോ പറഞ്ഞതിൽ അബദ്ധങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമാണ്. നല്ലതാണെങ്കിൽ അത് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ടാണ്. അത് ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പല വിവിധങ്ങളായ വലിയ വലിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയായി നമ്മൾ നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് ജീവിക്കുന്ന പ്രവാസികൾ, പ്രത്യേകിച്ച് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും സന്തോഷവുമുള്ള ഹലാലായ മാർഗത്തിൽ അധ്വാനിക്കാനും സമ്പാദിക്കാനും അതുകൊണ്ട് കുടുംബത്തിനും നാട്ടിനും ഇസ്ലാമിനും ഒക്കെ നന്മകളാക്കി തീർക്കാനും അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. രോഗം കൊണ്ടും പ്രായാധിക്യം കൊണ്ടും ഒക്കെ വിഷമിക്കുന്ന അനേകം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം ആശ്വസിപ്പിക്കുകയും അവരുടെ ബാക്കി ജീവിതം അള്ളാഹിൻ്റെ തൃപ്തിയും സന്തോഷമുള്ളത് അവൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, വേണ്ടപ്പെട്ടവർ, ഭാര്യ, മക്കൾ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. രോഗങ്ങളില്ലാത്ത, വേദനയില്ലാത്ത, സങ്കടമില്ലാത്ത ശാശ്വതമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.